ദൈവമേ, ഇന്ന് കോടതിയിലെ നിധിയുടെ കേസ് തുടങ്ങ്. നിധിമോൾക്ക് ഇന്ന് തന്നെ ജാമ്യം കിട്ടി പുറത്തു വരണേ. നിധി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശിവാനിയെ ദ്രോഹിക്കണമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിന് വേണ്ടി മാത്രം. അവളെ കാത്തോളേ ഭഗവാനെ. മണിയാകുമ്പോഴേക്കും എത്തിക്കോളാന്ന വക്കീല് പറഞ്ഞിരുന്നത്. സമയം ഇപ്പൊ 10:30 ശേ, ഈ വക്കീൽ ഇതെവിടെ പോയി? ഭഗവാനെ. ജയിലിൽ നിന്ന് നിധിയെ കൊണ്ട് പോലീസുകാർ പുറപ്പെട്ടെന്നാണല്ലോ പറഞ്ഞത്. ഇതിപ്പോ അവരെയും കാണുന്നില്ലല്ലോ. ആ അമ്മേ പറ. കേസിന്റെ കാര്യം എന്തായി മോനെ? ഇതുവരെ കോടതി പോലും കൂടിയിട്ടില്ല. പിന്നെ ഞാൻ എന്ത് പറയാൻ അമ്മേ? എനിക്കിവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവും ഇല്ല. അതുകൊണ്ട് ചോദിച്ചു പോയതാ. നിധിമോളെ കോടതി കൊണ്ടുവന്നോ? നിധിയും എത്തിയിട്ടില്ല. അല്ല മോനെ, വക്കീല് വന്നിട്ട് എന്തു പറഞ്ഞു? നിധി ഇന്ന് തന്നെ ഇറക്കാൻ പറ്റില്ലേ? അമ്മ വെറുതെ ടെൻഷൻ ആവണ്ട. ഉറപ്പായിട്ടും ഇന്ന് നമ്മുടെ നിധി പുറത്തു വരും. ആ ഉറപ്പ് വക്കീൽ എനിക്ക് തന്നിട്ടുണ്ട്. സത്യമാണോ മോനെ? നിസ്സാര പുള്ളിയല്ല ഞാൻ നിധിക്ക് വേണ്ടി വക്കീലായിട്ട് വെച്ചിരിക്കുന്നത്. പുള്ളി വിചാരിച്ചാൽ എന്തും നടക്കും. അമ്മ പേടിക്കാതിരിക്കെ. ഞാൻ ഫോൺ വെക്കട്ടെ? വക്കീലിനെ എനിക്കൊന്ന് വിളിക്കണം. അപ്പൊ വക്കീൽ എത്തിയില്ലേ? സമയമാവുന്നല്ലേ ഉള്ളൂ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അമ്മ ഫോൺ വയ്ക്കും. നിധി, നിധി പ്ലീസ് സർ, ഞാൻ സംസാരിച്ചോട്ടെ. സംസാരമൊക്കെ ഭാര്യ പുറത്തിറങ്ങിയിട്ട് മാറങ്ങോട്ട്. ഞാൻ പുറത്തിറക്കും. സംസാരമൊന്നും പറ്റില്ല. കൊണ്ടുപോയി. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിന്നെ ഇറക്കാമെന്ന് വക്കീൽ ഏറ്റിട്ടുണ്ട്. വക്കീൽ ഇപ്പൊ എത്തും. ടെൻഷൻ ആവണ്ട. നിനക്ക് ഇന്ന് തന്നെ ജാമ്യം കിട്ടുന്ന വക്കീൽ പറഞ്ഞേ. ഈ വക്കീൽ എന്താ ഫോൺ എടുക്കാത്ത? ഇനി ഡ്രൈവിംഗിലായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കിയിട്ട് വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? കോടതി കൂടട്ടെ. നീ പ്രഗ്നന്റ് ആണോ അല്ലേന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാം. വണ്ടി എടുക്ക്, നമുക്ക് പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് പോകാം. ഒന്ന് നിന്നേ. നിങ്ങളെ ഇത്തരക്കാരനാണ് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ പെണ്ണാളായിട്ട് ജീവിക്കരുത്. എന്റെ ഭാര്യ പ്രഗ്നന്റ് അല്ല എന്ന് പൊണ്ടാട്ടി അങ്ങ് പറഞ്ഞ ഉടനെ നിങ്ങളും അതങ്ങ് വിശ്വസിച്ചല്ലേ? കള്ളം പറഞ്ഞ് നടക്കാൻ നാണമില്ലോടെ തനിക്ക്. നിധി പറയുന്ന ഞാൻ വിശ്വസിക്കുന്നത് കള്ളമല്ലെന്ന് നല്ല ബോധ്യമുണ്ടോ ഞങ്ങൾക്ക്? എന്തായാലും സത്യം തെളിയാൻ പോവാണല്ലോ. ഇപ്പൊ നീ ചെല്ല്. ഇയാളെന്ത് ഇങ്ങനെ ആയിപ്പോയേ? വാ ശിവാനി. ആ, ഒരു കാര്യം മനസ്സിൽ കുറിച്ച് വെച്ചോ. എന്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കി ആ സ്ത്രീ രക്ഷപ്പെടാൻ ഞാൻ ഒരിക്കലും അനുവദിക്കത്തില്ല, കേട്ടോ? വാ. നിനക്ക് 24 മണിക്കൂർ സമയം ഞാൻ തന്നതാണ്. ഇനി നിന്റെ കഷ്ടകാലമാണ് ശിവാനി. ഈ വക്കീൽ ഇതെവിടെ പോയിരിക്കുന്നു? വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നുകൂടെ വിളിച്ചു നോക്കാം.
ഇനിയിപ്പോ ഡ്രൈവ് ചെയ്യുമായിരിക്കുമോ? ഒന്നുകൂടി വിളിച്ചു നോക്കാം. നോക്ക്, ഗൗതം വിളിച്ചുകൊണ്ടിരിക്കുക. ആ ഫോൺ റിങ് ചെയ്യുന്നതിന് പകരമാണ് ഈ 10 ലക്ഷത്തിന്റെ ചെക്ക്. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വയ്ക്കില്ലേ, എന്നിട്ട് ഈ ചെക്ക് വാങ്ങിക്കും. ഇത് വാങ്ങിക്കു വയ്ക്കില്ലേ, എന്നാലല്ലേ എനിക്കൊരു മനസ്സമാധാനാവൂ. ചതിയാണ് ഞാൻ കാണിച്ചത്. ഏത് ചതിയുടെ പാപവും പണം കൊണ്ട് പരിശുദ്ധമാക്കാമെന്നല്ലേ വക്കീലെ പ്രമാണം. ഒന്ന് സമാധാനിക്കേ. ഇന്ന് നമ്മൾ ആഘോഷിക്കാൻ പോകുന്ന ദിവസം എവിടേക്ക് പോകണമെന്ന് വക്കീൽ പറഞ്ഞു. എന്തായാലും കോടതി സമയം കഴിയട്ടെ. റിസൾട്ട് അറിഞ്ഞിട്ട് മതി ആഘോഷം.